ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തുമായിരിക്കണം. ലോകത്തെക്കുറിച്ച് എനിക്കൊന്ന് അറിയണ്ട, എനിക്ക് നിത്യതയുടെ കാഴ്ചപ്പാട് മതി എന്ന ചിന്ത വളരെ ആത്മീകമായിട്ട് തോന്നാമെങ്കിലും ലോകത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എന്താണ് അറിവ്? ഒന്നാമത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോയാൽ അവിടെ സ്ഥലം ഒരുക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അപ്പോൾ യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നതാണ്. ഈ ലോകത്തിൽ നാം പ്രത്യാശ വയ്ക്കരുത്. ഈ ലോകത്തിൽ നാം അധികമൊന്നും നമ്മൾ പിടിച്ചെടുക്കുവാനോ ഒന്നും നമ്മൾ പോകരുത്. നാം ലോകത്തിൽ ധനാഢ്യരാകുവാനോ വലിയ പദവികൾ വഹിക്കുവാനോ ഒന്നും നാം താല്പര്യം കാണിക്കരുത്. കാരണം സ്വർഗത്തിൽ നമുക്കൊരു നിത്യഭവനമുണ്ട്. ആ നമ്മുടെ നിത്യഭവനത്തിൽ, നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുമായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗത്തിൽ നിന്നാണ് കർത്താവ് 2000 വർഷം മുമ്പ് മറിയയിലൂടെ ഈ ഭൂലോകത്തിൽ വരുവാൻ ഇടയായത്. അപ്പോൾ കർത്താവ് സ്വർഗത്തിൻ്റെ ഉടമസ്ഥനാണ്, സ്വർഗത്തിൻ്റെ ഓണറാണ്, സ്വർഗത്തെ നിയന്ത്രിക്കുന്നവൻ, സ്വർഗത്തെ ഒക്കെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ ശരിയാണ്. കാരണം ലോകത്തിൽ നമുക്ക് ഒത്തിരി സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് സാമ്പത്തികത്തിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഭദ്രമായി നോക്കാം എന്നൊക്കെ ഒരു വിധത്തിൽ നല്ലതാണ്, അത് ആവശ്യമാണ്. എന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഒന്നുകൂടെ പറഞ്ഞാൽ, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പോൾ നിത്യമായതുള്ളതിന് വേണ്ടിയാണ് നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ ആഗ്രഹം നിത്യമായിട്ടുള്ളതിന് വേണ്ടിയാണ്. നിത്യമായിട്ടുള്ളതിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിത്യകാലം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ആയിരിക്കുക, വിശുദ്ധന്മാരുടെ കൂടെ ആയിരിക്കുക, വിശുദ്ധ ദൂതന്മാരുടെ കൂടെ ആയിരിക്കുക എന്ന ഒരു യാഥാർത്ഥ്യം, എന്ന ഒരു വരാൻ പോകുന്ന യാഥാർത്ഥ്യം, അതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സമൂഹത്തിൽ നമുക്കൊരു പൊസിഷനുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിൽ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കേണ്ടത്? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചു ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കേൾക്കുകയാണ്, എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അനേകർ അത് പെട്ടെന്ന് മറന്നു പോകും. എന്നാലും ഒരു തിന്മ വന്നു പോയാൽ അത് ഓർത്തിരിക്കും ആൾക്കാർ. അത് പിന്നെ യൂട്യൂബിലിട്ട്, ഫേസ്ബുക്കിലിട്ട് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കും. അല്ലെങ്കിൽ അതിനുള്ള അവർക്ക് കഴിയത്തില്ലെങ്കിൽ അവർ മനസ്സിൽ കൊണ്ട് നടക്കും, ഇന്നയാൾ ഇന്നത് ചെയ്ത്, ഇയാളുടെ സംസാരിക്കരുത്, ഇന്നയാൾ ഇന്ന കാര്യത്തിൽ ഇടപെട്ട്, ഇയാളുടെ മിണ്ടാൻ പോകരുത് എന്നൊക്കെ പറയുവാനിടയാകും. പക്ഷേ നമ്മൾ ജ്യോതിസ്സുകൾ പോലെ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും മുന്നിലെ പുകഴ്ത്തും, എല്ലാവരും നമ്മൾക്ക് വലിയ സമ്മാനങ്ങൾ കൊണ്ടു തരും, എല്ലാവരും നമ്മൾക്ക് വലിയ അതും ഇതും അവാർഡൊക്കെ തരും എന്നല്ല അവിടെ പറയുന്നത്. ലോകത്തിൽ ജ്യോതിസ്സുകൾ പോലെ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നീതി പ്രവർത്തി കണ്ടിട്ട് അവർ ദൈവം എങ്ങനെയുള്ളവനെന്ന് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതാണ് കഥ പറഞ്ഞിട്ട് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വം കൊടുക്കത്തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ വെളിച്ചം പ്രകാശിക്കണം. നമുക്ക് വെളിച്ചം ഉണ്ടെന്നല്ല, എന്നാലും നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ നമുക്കൊരു വെളിച്ചം നമ്മുടെ
ഹൃദയത്തിൽ വന്നു. ആ വെളിച്ചത്തിൻ്റെ ഒരു 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 അതിൻ്റെ പ്രതിഫലനം എന്താണ്? നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് തിളങ്ങുകയാണ്, അത് ഷൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ഗ്ലോ ചെയ്യുകയാണ്. വെളിച്ചം നമ്മുടെ ഉള്ളിലെ വെളിച്ചം അകത്തിരിക്കുകയല്ല, പ്രവൃത്തിയിലൂടെ സൂര്യത്തിൻ്റെ ആ വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ വെളിച്ചം പുറത്തു വരുന്നത്. അത് സംസാരത്തിലാകാം, ഇടപെടലിലാകാം, നമ്മുടെ പ്രതികരണങ്ങളിലാകാം, നമ്മുടെ പ്രവൃത്തിയിലാകാം. അവരുടെ ഏതവസ്ഥയിലും നമ്മുടെ വെളിച്ചം മുന്നോട്ട് വരണമെങ്കിൽ പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം. അല്ലെങ്കിൽ ഉള്ളിൽ എനിക്ക് പ്രകാശനം കിട്ടി, ഉള്ളിൽ എനിക്ക് വചനമുണ്ട് എന്ന് പറയാനല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുവാൻ ഇടയാകണം. അത് കണക്കത്തിന് നമ്മൾ കാണുന്നു, ലോകം അവർക്ക് അനുകൂലം ആയിരുന്നില്ല. ലോകം നമുക്ക് അനുകൂലം അല്ല എന്നാണ് വചനം പറയുന്നത്. ലോകം നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, നീ നാഥന മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേര് എനിക്ക് എന്തിന്? ലോകം നമുക്ക് ഏത് പേര് നൽകിയാലും അത് നമുക്ക് വേണ്ട. ലോകം നമുക്ക് എത്ര മാനം നൽകിയാലും, എത്ര പുകഴ്ച നൽകിയാലും, എത്ര അവാർഡുകൾ നൽകിയാലും നമുക്കത് വേണ്ട. ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കണം, ദൈവത്തിന് വേണ്ടി നിന്ദ സഹിക്കുവാൻ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ലോകത്തിലെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾക്കൊരു നിത്യമായ ഒരു വാസസ്ഥലം സ്വർഗത്തിലുണ്ട്. അവിടെ നമ്മൾ നിത്യമായി വസിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നിത്യമായ വാസസ്ഥലം. അപ്പോൾ നിത്യമായിട്ട് നമ്മൾ സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നത് കൊണ്ട് ആ നിത്യമായ ദൈവികമായ ഒരു ബന്ധത്തിൽ ആകാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ലോകത്തിലുള്ളത് ചപ്പും ചവറും എണ്ണുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മൾ ലോകത്തിൽ വന്നപ്പോൾ നമുക്കൊരു ഉടുപ്പ് പോലും ഇല്ലായിരുന്നു. അത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാച്ചോ ഒരു ഉടുപ്പോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട സ്മാർട്ട് ഫോണോ ഒരു ബൈക്കോ കാറോ ഒന്നും നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഭൂമുഖത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൽ ഒന്നും നേടാനല്ല, എന്നാൽ നമ്മളെ തന്നെ ദൈവഭയത്തിൽ സൂക്ഷിച്ച്, വിശുദ്ധിയോടെ നമ്മളെ തന്നെ കാത്തു പരിപാലിച്ച്, ദൈവത്തിൻ്റെ ഭയത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഒതുക്കണം. ദൈവത്തിൻ്റെ ഭയത്തിൻ്റെ കീഴിലായിരിക്കണം നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വേറൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റ് ഭയങ്ങൾ എന്തിനാണ് ഉണ്ടാകുന്നത്? കാരണം നമുക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ഭയമാണ്. അവരെന്തോ പറയും, ഇവരെന്തോ പറയും, ഞാൻ ലോകക്കാരെ പോലെ ആയില്ലെങ്കിൽ ഒറ്റപ്പെടുമല്ലോ എന്നൊക്കെ ചിന്ത. അപ്പോൾ ഒറ്റപ്പെടുമല്ലോ എന്ന ചിന്ത ഒരു ഭയമാണ്. അതാണ് മനുഷ്യഭയം, ഒരു കെണിയാണ് എന്ന വചനം പറയുന്നുണ്ട്. അപ്പോൾ ആ കെണിയിൽ നമ്മൾ അകപ്പെടരുത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്, ആ സ്വർഗത്തിലെ അംബാസിഡേഴ്സാണ്, സ്വർഗത്തിലെ നമ്മളെ പ്രതിനിധികളാണ്. അതിന് പ്രകാരം നമ്മൾ ജീവിക്കുവാൻ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. ആ ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ ജീവിതമാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ വ്യവസ്ഥകളിൽ നമ്മളെ തന്നെ കൊണ്ട് എത്തിക്കരുത്. നമ്മൾ ലോകത്തിൽ കുടുങ്ങിപ്പോകരുത്. അതാണ് ഞാൻ തന്നെ പല പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഏത് പാസ്റ്റർ പറഞ്ഞെന്ന് ഒറിജിനലായിട്ട് ആരാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പലരും ഉദാഹരണം പറയുന്നുണ്ട്. കപ്പൽ സമുദ്രത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ വെള്ളം കപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കപ്പൽ മുങ്ങും. കപ്പലായാലും ബോട്ടായാലും എന്തുമായാലും ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ ആ ഒരു വാഹനം സമുദ്രത്തിൽ, നദിയിൽ മുങ്ങും. അപ്പോൾ നമ്മൾ വിശ്വാസക്കപ്പൽ മുങ്ങാതിരിക്കണമെങ്കിൽ, നമ്മുടെ വിശ്വാസക്കപ്പൽ തിരമാലകളുടെ ആ മധ്യത്തിൽ മുങ്ങാതിരിക്കണമെങ്കിൽ, സുഖത്തോടെ നാം വളരെ സുഖം എന്ന് പറയുമ്പോൾ വളരെ നല്ല ഒരു അന്ത്യം നമുക്ക് കിട്ടണമെങ്കിൽ, സ്വർഗത്തിൽ നമ്മൾ പോകണമെങ്കിൽ നാം ലോകത്തിൻ്റെ ഒന്നും നമ്മളുടെ ഉള്ളിൽ കയറ്റുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. നമ്മൾ ജീവിക്കുന്നത് ലോകത്തിൽ നമുക്ക് അനേകരോട് ഇടപെടണം. എന്നാലും നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം നമ്മളെ ഓരോ സ്റ്റെപ്പും വഴി നടത്തും. ദൈവം ഈ നവം എങ്ങനെ സ്വർഗത്തിൽ പോകാം, അതിനുവേണ്ടി എങ്ങനെ ഉറങ്ങാം എന്ന് മാത്രമല്ല, ഈ ഭൂമുഖത്ത് ദൈവത്തിൻ്റെ നാമത്തിന് ദൂഷണം വരുത്താതെ, പ്രമാണത്തിൽ നിന്നും അകലാതെ, ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട്
ഈ ലോകത്തിൽ എങ്ങനെ സംതൃപ്തിയോടെ, അനുഗ്രഹത്തോടെ, ദൈവഭയത്തോടെ, അത് കണക്ക് തന്നെ സൂക്ഷ്മതയോടെ ജീവിക്കാമെന്ന് ദൈവം കാണിച്ചു തരൂ. ഒരു എക്സ്പെർട്ട് അഡ്വൈസറും നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ ആലോചന മതി. ഇന്ന രീതിയിൽ പോയാൽ ആരോഗ്യം നല്ലതായിരിക്കും, ഇന്ന രീതിയിൽ പോയാൽ സാമ്പത്തികം നല്ലതായിരിക്കും, ഇന്ന രീതിയിൽ പോയാൽ കുടുംബജീവിതം നല്ലതായിരിക്കും എന്ന് നമുക്കതൊന്നും വേണ്ട. ദൈവം ആലോചന തരും. എങ്ങനെ ആയിരിക്കണം കുടുംബജീവിതം, എങ്ങനെ ആയിരിക്കണം സാമ്പത്തികം, എങ്ങനെ ആയിരിക്കണം ജോലി, എങ്ങനെ ആയിരിക്കണം പഠനം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ വീട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ. ദൈവം അത് ഗൈഡ് ചെയ്യും. അതിന് പ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സ്വർഗത്തിൽ നമുക്കൊരു വാസസ്ഥലമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ് കർത്താവ് യേശുക്രിസ്തു. ആ ഒരു കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ അത് കണക്ക് തന്നെ നമ്മൾ ഈ ലോകത്തിൽ 80, 70, 90, 60, 50, 100, 95, 65, 55 വയസ്സ് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. എല്ലാം ദൈവം മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ കോളേജ്, സ്കൂള്, അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, അവൻ ശുശ്രൂഷിക്കാൻ പോകുന്ന മിഷൻ ഫീൽഡ്, ഹോസ്പിറ്റൽ, എല്ലാം ദൈവം മുന്നേ കണ്ടിട്ടുണ്ട്. ജീവിത പങ്കാളി എല്ലാം ദൈവം മുന്നേ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുമ്പോൾ ആ വഴിയിലൂടെ അവൻ നടക്കണം എന്ന് പറയുമ്പോൾ അപ്പോസ്തലിക ഉപദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളൊക്കെ ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവനെ പിന്തുടരും. അപ്പോൾ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവന് വേണ്ടുന്നതെല്ലാം ദൈവം നൽകി കൊടുക്കും. അവന് ഗൈഡൻസ് കൊടുക്കും, അവന് മാർഗനിർദ്ദേശം കൊടുക്കും. എങ്ങനെ ഭയമില്ലാതെ, എങ്ങനെ ആകുലതയില്ലാതെ, എങ്ങനെ ചിന്താകുലമില്ലാതെ ജീവിക്കാം എന്ന് വചനത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദർശനത്തിലൂടെ ദൈവം അവന് കാണിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണെന്ന് പറയാനല്ല, ഏത് പ്രശ്നത്തിലും ജയോത്സവമായി നടത്തുവാൻ, സ്വർഗത്തിൽ ചെന്നിട്ട് ജീവൻ തരാം എന്നല്ല, ഈ ലോകത്തിൽ തന്നെ ജയോത്സവമായി നടത്തുവാൻ ദൈവം ഇടയാക്കും. അപ്പോൾ അത് വലിയ ഭൗതികമല്ല ഞാൻ പറയുന്നത്. എന്നാലും ആവശ്യമുള്ളത് എല്ലാം തക്ക സമയത്ത് നമ്മളെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. അതാ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. എങ്ങനെ? ജീവൻ്റെ വചനം പ്രമാണിക്കാത്തവർക്ക് എന്തോ ഇല്ല, ഒരു പ്രകാശനമില്ല, അവർക്കൊരു ലൈറ്റില്ല, അവർക്കൊരു പ്രകാശമില്ല. അവർ അന്ധതയിലാണ്. അവർ പ്രവൃത്തിയിലൂടെ അവരൊന്നും കാണിക്കുന്നില്ല. അവർക്ക് പറയും ഉള്ളി വിളിച്ചുകൊണ്ട്, എന്നാലും അവർക്ക് പുറത്ത് കാണിക്കാൻ മടിയാണ്, ലജ്ജയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ലജ്ജയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? നമ്മളെ വീണ്ടും ജനിച്ചത് എന്തിനാണ്? ദൈവത്തിനു വേണ്ടി വീരോടെ നിൽക്കുവാൻ, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ, നിത്യമായതിനെ നോക്കി പാർക്കുവാൻ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഈ കാഴ്ചപ്പാട് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെയും നമ്മുടെ എല്ലാവരിലൂടെയും മഹത്വമെടുക്കട്ടെ. നമുക്ക് പുകഴുവാനൊന്നുമില്ല, നമുക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. ദൈവമാണ് സകലത്തിനും മഹത്വമെടുക്കുന്നത്. മഹത്വം ദൈവം എടുക്കണമെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം തീരുമാനമെടുക്കട്ടെ, ദൈവം എന്നെ റിമോട്ട് കൺട്രോൾ കൊണ്ട് നിയന്ത്രിക്കട്ടെ എന്നല്ല, നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ ഇനിയും ലോകവഴിയിൽ പോകത്തില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കും. ദൈവത്തിൻ്റെ നാമം മാത്രം എന്നിലൂടെ മഹത്വപ്പെടും. ദൈവഗീത മാത്രം ഈ ലോകത്തിൽ എല്ലാം ജീവിക്കും. ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും ബിസിനസ് മേഖലയിലും ശുശ്രൂഷയിലും ഒക്കെ ദൈവഗീതം അനുസരിച്ച് ഞാൻ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കും. അപ്പോൾ ദൈവം എന്നെ ജയകരമായി മുന്നോട്ട് നടത്തിയിട്ട് ദൈവത്തിൻ്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുകയും സ്വർഗത്തിലെ എൻ്റെ ആ ഒരു വാസസ്ഥലം മനോഹരമാണ്, ദൈവം എനിക്ക് കൃപയാൽ തരുന്നതാണ്. ആ ഒരു ചിന്ത, ആ ഒരു
കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.